എബ്രായ ലേഖനം 11-ാം അധ്യായം എടുത്ത് 28-ാമത്തെ വാക്യം വായിക്കാമോ? 28-ാമത്തെ വാക്യം. ഹല്ലേലൂയ. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ, അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. ഇവിടെ പഴയ നിയമത്തിൽ നടന്നൊരു സംഭവത്തെ എബ്രായ ലേഖന കർത്താവ് എടുത്ത് വിവരിക്കുക. ഒരു ദേശം മുഴുവൻ ദൈവം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്തുവാ ചെയ്യുന്നതെന്ന് കേട്ടോണേ. ഹല്ലേലൂയ. എല്ലാ വീട്ടിലെയും ആദ്യജാതന്മാരെ ഇല്ലായ്മപ്പെടുത്താൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. അന്നേരം ദൈവം ഒരു കണ്ടീഷൻ വെച്ചു. ഇസ്രായേൽ മക്കളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ വീടിന് ഒരാട്ടിൻകൂട്ടി വീതം അറുക്കപ്പെടണം. എന്നാൽ ആടിൻ്റെ രക്തമെടുത്ത് കട്ടളക്കാലയിലും കുറുമ്പടിമേലും പുരട്ടണം. ഇത് നിങ്ങൾ ചെയ്തിട്ട് അകത്ത് നിങ്ങൾ അറുത്ത കുഞ്ഞാടിൻ്റെ മാംസം കൈപ്പിച്ചിയുടെ കൂടെ കൂട്ടി കടിച്ച് കാലിന് ചെരുപ്പും കൈക്ക് വടിയും പിടിച്ച് ഒരുക്കത്തോടെ നിങ്ങൾ ത്വരിതഗതിയിൽ തിന്നണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സംഹാര ശക്തി ദേശത്തൂടെ താണ്ഡവ നൃത്തമാടുമ്പോൾ നിന്റെ വീടിൻ്റെ മുകളിൽ നിൽക്കുന്ന രക്തം കാണുമ്പോൾ അത് നിന്റെ വീട്ടിൽ കയറാതെ ഒഴിഞ്ഞു പോവും. ഒരാമയും വരുന്നില്ല. അപ്പൊ വന്നിട്ട് ഒഴിയുന്നതിനേക്കാൾ നല്ലതാ വരുന്നവനെ വരുന്ന റൂട്ടിലെ ഒഴിപ്പിച്ചു വിടുന്നത്. ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്ടെ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. പലർക്കും നടക്കുന്ന അനർത്ഥം നിന്റെ വീട്ടിൽ വരാത്തത് എന്നാന്ന് ചോദിച്ചാൽ നീ കാണാത്തൊരു രക്തത്തിൻ്റെ അടയാളം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ. വലിയ വീട് വെക്കുന്നത് നല്ലതാണ്. അവിടെ കുഞ്ഞാടിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ആ വീട് ഒരു നരകഭവനമാണ്. എന്നാൽ വലിയ വീട് വെക്കുമ്പോൾ നിന്നോട് പറയുക, നിന്റെ വീടിനകത്ത് ദൈവം ഉണ്ടെങ്കിൽ പലതും നിന്റെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതാര് ചെയ്യേണ്ടതാ? ഇസ്രായേൽ മക്കൾ ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഒരു വീടിന് ഒരാടിനെ അറുക്കണം. ആ ആടിൻ്റെ രക്തം കട്ടളക്കാലയിലും കുറുമ്പടിയിലും ദൈവം ഇറങ്ങി വന്ന് പെരട്ടത്തില്ല, നീ പെരട്ടണം. സ്തോത്രം. എന്നിട്ട് അത് നിന്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ശ്രദ്ധിക്കണം, സംഹാര ശക്തികൾ വരുമ്പോൾ ദൈവം പറയുക, ഈ രക്തം കാണുമ്പോൾ നിന്റെ വീട്ടിൽ കയറത്തില്ല, അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും കയറും. അവിടെ എല്ലാം ആദ്യജാതം കൊല്ലപ്പെടും. ഹല്ലേലൂയ. എന്നാൽ നിന്റെ വീട്ടിൽ കയറത്തില്ല. കാരണം നിന്റെ വീടിന് രക്തത്തിൻ്റെ അടയാളമാണ്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. അപ്പം ദൈവം പറയുന്ന പോലെ ചെയ്താൽ ഹല്ലേലൂയ പലതും ഒഴിഞ്ഞു പോകും. എഫെസ്യ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ന്യൂ ടെസ്റ്റ്മെന്റിലെ കാര്യം പറയാം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം നമുക്കൊന്ന് എടുക്കാം. എഫെസ്യ ലേഖനം ശരിക്കും ഒരു സ്പിരിച്വൽ വാർഫെയർ എന്ന് പറഞ്ഞാൽ ജയിക്കാൻ കൊതിക്കുന്നവനെല്ലാം 6-ാം അധ്യായം 10 മുതൽ വായിക്കണം. ജയിക്കാൻ കൊതിക്കുന്നവരല്ല. എങ്ങനെയാണ് ജയിക്കുന്നതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കി എല്ലാറ്റിനും മീതെ, അവിടെ എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. മതി. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഈ എഫെസ്യ ലേഖനം 6-ാം അധ്യായം പഠിക്കുമ്പം ഒരുവൻ യുദ്ധക്കളത്തിലാണ്. ഒരുവൻ എവിടെയാണ് എന്തിലാണ്? യുദ്ധക്കളത്തിലാണ്. സത്യത്തിൽ ഒരു സ്പിരിച്വൽ വാർഫെയർ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ് എഫെസ്യ ലേഖനം. യുദ്ധക്കളത്തിൽ ഒരുത്തൻ തനിക്കെതിരെ വരുന്ന അസ്ത്രങ്ങളെ ചെറുക്കാൻ എന്തെല്ലാം ശരീരത്ത് ധരിക്കണോ അതെല്ലാം ധരിച്ച് നിൽക്കുന്നതിനോട് പൗലോസ് ആത്മീക ജീവിതത്തെ ഉപമിക്കുക. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുകയാണ്, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. നീ വിശ്വാസം എന്ന പരിചയം എടുത്തോണ്ട് നിന്നാൽ നിനക്കെതിരെ തീ തുപ്പി വരുന്ന അസ്ത്രം നിന്റെ അടുക്കൽ വരുമ്പം കെട്ടുപോകും.